മറ്റൊരു വാർത്തകളിലേക്ക് പോകണം. മുൻമന്ത്രി കെ ബാബുവിനെ പ്രതിയാക്കി ഇ.ഡി. കുറ്റപത്രം. കലൂർ PMLA കോടതിയിലാണ് ഇ.ഡി. കുറ്റപത്രം സമർപ്പിച്ചത്. 2007-2016 കാലഘട്ടത്തിൽ കെ ബാബു വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്ന കേസിലാണ് നടപടി. നേരത്തെ 25.82 ലക്ഷം രൂപയുടെ സ്വത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിരുന്നു. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റതിന് പിന്നാലെ BJPയിൽ പോസ്റ്റർ വിവാദം. VV രാജേഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് തിരുവനന്തപുരത്ത് പോസ്റ്റർ പതിച്ചത്. പ്രതികരണ വേദിയുടെ പേരിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററിന് പിന്നിൽ ജനറൽ സെക്രട്ടറി സ്ഥാനം ലക്ഷ്യമിട്ടുള്ള നീക്കമെന്നാണ് സൂചന. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖറിനെ പരാജയപ്പെടുത്താൻ VV രാജേഷ് കോൺഗ്രസിന്റെ പക്കൽ നിന്ന് പണം കൈപ്പറ്റിയെന്നും കഴിഞ്ഞ 15 വർഷത്തെ രാജേഷിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ ED പരിശോധിക്കണമെന്നും രാജേഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പോസ്റ്റർ. ED റബ്ബർ സ്റ്റാമ്പ് അല്ലെങ്കിൽ VV രാജേഷിനെതിരെ അന്വേഷണം നടത്തണമെന്നും BJP പ്രതികരണ വേദിയുടെ പേരിലുള്ള പോസ്റ്ററിൽ ആവശ്യപ്പെടുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ VV രാജേഷ് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നും പോസ്റ്ററിൽ പരാമർശമുണ്ട്. BJP ജില്ലാ സംസ്ഥാന കമ്മിറ്റി ഓഫീസുകൾക്ക് മുന്നിലും VV രാജേഷിന്റെ വീടിന് മുന്നിലുമാണ് പോസ്റ്റർ പതിച്ചത്. രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം നടക്കാനിരിക്കുന്ന പാർട്ടി പുനഃസംഘടന ലക്ഷ്യമിട്ടാണ് രാജേഷിനെതിരായ പോസ്റ്റർ എന്നാണ് സൂചന. രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായതോടെ BJP സംസ്ഥാന നേതൃത്വത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിലും മാറ്റം വന്നിട്ടുണ്ട്. അതേസമയം തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കമാണ് പോസ്റ്റർ പതിച്ചതിന് പിന്നിലെന്ന് ചൂണ്ടിക്കാട്ടി VV രാജേഷ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. അതിനിടെ വിഭാഗീയത വെച്ചുപൊറിപ്പിക്കില്ലെന്നും അച്ചടക്കം ലംഘിച്ചാൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും നേതാക്കൾക്ക് രാജീവ് ചന്ദ്രശേഖർ മുന്നറിയിപ്പ് നൽകി. സംസ്ഥാന ജില്ലാ കാര്യാലയങ്ങൾക്ക് മുന്നിലെ പോസ്റ്ററുകൾ നീക്കാനും ജില്ലാ ഘടകത്തോട് സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 തിരുവനന്തപുരം. കറുപ്പിന് എന്താ കുഴപ്പം? നിറത്തിന്റെ പേരിൽ അധിക്ഷേപം നേരിട്ടുവെന്ന് പോസ്റ്റിട്ട ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന്റെ പിന്തുണ പ്രവാഹം. ചീഫ് സെക്രട്ടറിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നതിനൊപ്പം തുറന്നെഴുതാൻ അവർ കാട്ടിയ ധൈര്യത്തെ കേരളം അഭിനന്ദിക്കുകയാണ്. നിറത്തിന്റെ പേരിൽ അധിക്ഷേപം നേരിട്ടുവെന്ന് തുറന്നെഴുതിയത് ബ്യൂറോക്രസിയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥയാണ്. തന്റെ മുൻഗാമിയുടെ പ്രകടനവുമായി തന്നെ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ താരതമ്യം ചെയ്തെന്നാണ് ശാരദാ മുരളീധരൻ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത്. ഓഫീസിലെത്തിയ ഒരു പ്രധാനപ്പെട്ട വ്യക്തി നടത്തിയ പരാമർശം വേദനിപ്പിച്ചു. പക്ഷേ കറുപ്പ് മനോഹരമാണെന്നും ശാരദാ മുരളീധരൻ കുറിച്ചു. കറുപ്പ് എന്നുള്ള നിറത്തിനെ അപകീർത്തിപ്പെടുത്തുന്നതിന് എതിരെ ഒരു പയറ്റാൻ ആർക്കെങ്കിലും ഇപ്പൊ പറ്റുമെങ്കിൽ ഞാൻ ഇരിക്കുന്ന സ്ഥാനത്ത് എനിക്കുണ്ടായ അനുഭവം വെച്ചിട്ട് ആ ഒരു യുദ്ധത്തെ കളത്തിലോട്ട് ഇറങ്ങിയാലോ എന്ന് തോന്നിപ്പോയി. അങ്ങനെ വന്നതാണ്. ചീഫ് സെക്രട്ടറിയുടെ പോസ്റ്റ് കേരളം ഏറ്റെടുത്തു. സമസ്ത മേഖലകളിൽ നിന്നും ശാരദാ മുരളീധരന് പിന്തുണ പ്രവാഹം. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പൊതുസമൂഹം ചീഫ് സെക്രട്ടറിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഇനിയും നമുക്ക് ഇത്തരം കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. നമ്മുടെ ഉത്തരവാദിത്തം തന്റെ ഇടത്തോടെ നിർവഹിച്ചു പോകുക എന്നുള്ളത് തന്നെയാണ് കരണീയമായ കാര്യം. നമ്മുടെ പ്രിയപ്പെട്ട ചീഫ് സെക്രട്ടറിക്ക് എക്കാലത്തും നിറഞ്ഞ പിന്തുണ ഞാൻ രേഖപ്പെടുത്തുകയാണ്. കറുത്തു എന്നതിന്റെ പേരിൽ ഒരു ചീഫ് സെക്രട്ടറിയെ തന്നെ അവഹേളനാപരമായിട്ട് കാണുക എന്ന് പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഫ്യൂഡൽ ജീർണതയുടെ മനസ്സുണ്ടല്ലോ, ആ മനസ്സിന്റെ ഭാഗമായിട്ടാണ്. അതിനങ്ങനെ തന്നെ ശക്തിയായിട്ട് നിശ്ചിതമായിട്ട് എതിർക്കണം. ഒരു വിട്ടുവീഴ്ചയും അതിൽ ചെയ്യാൻ പാടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു വലിയ അഭിമാനം തോന്നി. കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി അത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് കിട്ടിയത്. അത് സാധാരണ ആരും ധൈര്യം കാണിക്കാറില്ല. അങ്ങനെ ഒരാ ധൈര്യം കാണിച്ചു. സമൂഹ മാധ്യമങ്ങളിലും ചീഫ് സെക്രട്ടറിയുടെ പോസ്റ്റ് തന്നെയാണ് മുഖ്യ ചർച്ച. ഉന്നത സ്ഥാനത്തിരിക്കുന്ന ചീഫ് സെക്രട്ടറിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ മറ്റിടങ്ങളിൽ നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്നവർ എത്ര പേരുണ്ടാകുമെന്നാണ് ചോദ്യം. ഇന്നലെ ആദ്യം പോസ്റ്റിട്ട ശേഷം ശാരദാ മുരളീധരൻ വിവാദമാകുമെന്ന് ഭയന്ന് പോസ്റ്റ് പിൻവലിച്ചിരുന്നു. എന്നാൽ ഇതേ നിലപാട് തന്നെ റീപോസ്റ്റ് ചെയ്യാൻ അവർ ധൈര്യം കാട്ടി. ശാരദാ മുരളീധരന്റെ ധൈര്യത്തെ പുകഴ്ത്തിയും നിരവധി പേർ രംഗത്തു വരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.